ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ഒരു ഹിന്ദു സഹോദരിയാണ്, അവർ വിശ്വാസം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭയിലാണ് വിശ്വാസം സ്വീകരിച്ചതെന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നത് നമ്മുടെ സ്ത്രീകളുടെ ശുശ്രൂഷ കേന്ദ്രത്തിലെ കൃപാലയത്തിൽ ജോലി ചോദിച്ചു വന്നതാണ്. ഞാൻ അവരുമായിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരുടെ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് അവരവരുടെ വീട്ടിൽ നിന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അവരുടെ ഭർത്താവ് ചോദിച്ചു എന്ന്, ഈ ശപിക്കപ്പെട്ട മനുഷ്യരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അയാളെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അയാൾ ദൈവത്തിൻ്റെ ശാപം കിട്ടിയ ആളല്ലേ, അയാൾ ആളുകൾ തല്ലിക്കൊല്ലല്ലേ ചെയ്തേ എന്ന് ചോദിച്ചെന്ന്. എന്നിട്ട് ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ ഭർത്താവും സത്യവിശ്വാസത്തിലേക്ക് വന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പോൾ മുൻപ് ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വീഴുകയാണ്, യേശു ശപിക്കപ്പെട്ടവനാണ്. പ്രിയമുള്ളവരെ, കൊരിന്ത്യലേഖനം 12:13 നമ്മൾ വായിക്കുകയാണ്, യേശു എങ്ങനെയുള്ളവനാണ്? ദൈവാത്മാ മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയില്ല. അപ്പോൾ വായി തോന്നിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടരുത്. ചുമ്മാ ചന്തകളിലും കടത്തെണ്ണകളിലും ഇരുന്ന് തർക്കിക്കരുത്. ബൈബിൾ സംബന്ധമായി ഒരു സ്ഥലത്തും യേശു ക്രിസ്തുവിനെ തർക്കിക്കുന്നിടത്തോ ദുഷ്ടന്മാരുടെ ആലോചന നടക്കുന്നിടത്തോ പോയിരിക്കരുത്. ദൈവാത്മാവ് വ്യാപരിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം, പുതുക്കം പ്രാപിച്ചവരുടെ കൂട്ടത്തിലായിരിക്കണം, വിശുദ്ധീകരണം പ്രാപിച്ചവരുടെ കൂട്ടത്തിലായിരിക്കണം. പക്ഷം പിടിക്കാനോ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ പള്ളിയിലെ ബഹളം ഉണ്ടാക്കാനോ പോകരുത്, സഭയിലെ ബഹളം ഉണ്ടാക്കാൻ പോകരുത്. ദൈവമക്കൾ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. യേശു ശപിക്കപ്പെട്ടവനാണെന്ന് മറ്റൊരാളെ കൊണ്ട് നമ്മളുടെ പ്രവൃത്തി മുഴുവൻ പറയിപ്പിക്കാനിടയാകരുത്. പരിശുദ്ധാത്മാവുള്ളവൻ അത് പറയാൻ കഴിയില്ല. പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, യേശു കർത്താവാണെന്ന് ഏറ്റുപറയാനും സാധിക്കില്ല. നീ രക്ഷപ്പെടണോ? റോമർ 10-ാം എഴുതിയിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. നീ രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയണമെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ പറ്റുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 30-32 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കണം. എന്താണ് 5-ാം അധ്യായത്തിൻ്റെ 30-32 വാക്യങ്ങൾ? അപ്പോസ്തലന്മാരെ പത്രോസിനെയും കൂട്ടരെയൊക്കെ മുടന്തിനെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം അവരെ വിസ്താരം ചെയ്യുകയാണ്. വിസ്താരം ചെയ്യുമ്പോൾ അവർ ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്ന ആ പ്രസംഗ ഭാഗങ്ങളാണ് ഈ 5-ാം അധ്യായം 30-32 വാക്യങ്ങൾ. എന്താണ് 30-32 വാക്യങ്ങൾ? നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വീകരിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് യേശു നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവനാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. എഫേസ്യസ് 5:18-19 ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തോടുള്ള സത്യ ആരാധനയിൽ നിറയ്ക്കുന്നു. എഫേസ്യസ് 5:18-19 ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സത്യ ആരാധനയിൽ നിറയ്ക്കുന്നു. എങ്ങനെ നിറയ്ക്കുന്നു നോക്കാം നമുക്ക്. 5:18-19 വാക്യങ്ങൾ. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവേൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവേൻ. പ്രിയമുള്ളവരെ, ദൈവത്തോടുള്ള സത്യ ആരാധനയിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു, നമ്മളെ നയിക്കുന്നു. വീഞ്ഞു കുടിച്ച് ഉന്മത്തയായിട്ടല്ല, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കേണ്ടവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞ വാക്കാണത്. ദൈവത്തെ ആരാധിക്കുന്നത് മലയിലല്ല, ദൈവത്തെ ആരാധിക്കുന്നത് ജെറുസലേമിലല്ല. ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന നാഴിക വരുന്നു. അതിപ്പോൾ തന്നെ വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തു നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അവിടുന്ന് കൃപ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവം യേശുവിനെ മഹത്വീകരിക്കുന്നു. എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. വിഭജിക്കപ്പെട്ടവനല്ല റൂഹ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നവനല്ല. റൂഹ പിതാവിനെയും പുത്രനെയും ലോകത്തിൽ മഹത്വീകരിക്കുന്നവനാണ്. ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിച്ചിട്ട് നമ്മൾ പരിശുദ്ധ തൃത്വത്തെ മഹത്വപ്പെടുത്തും. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ തൃത്വം മഹത്വപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ മഹത്വം ദൈവം തന്നിരിക്കുകയാണ്. നമ്മളെ ദൈവം വലിയ കൃപയിലേക്ക് നയിക്കുകയാണ്. ദൈവം നമ്മളെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, 5:5, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. 1-2 വാക്യങ്ങളോട് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, പഴയ നിയമ പുസ്തകത്തിലെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എസെക്കിയേൽ 36-ന്റെ 25 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം ഞാൻ നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും, എല്ലാ അശുദ്ധിയിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും, ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും, നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല, പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ബലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്ദ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു പുതു ചൈതന്യം, ഒരു പുതിയ ഹൃദയം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ പിതാവാം ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ഇതാ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശത്തെത്തുമെന്നാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധന്മാര് വസിക്കുന്ന പർദീസ് അനുഭവത്തിലേക്ക് നമ്മളെ ചേർക്കും. പരിശുദ്ധന്മാർക്കാർക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ചേർക്കും. ഇസ്രായേലിനോട് ദൈവം എസെക്കിയേൽ പ്രവാചകൻ വഴി പറയുന്നത് കനാൻ ദേശത്തേക്കാണെങ്കിൽ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ പുതിയ കനാൻ ദേശമായ വാഗ്ദത്ത നാടായ നിത്യാവകാശം, നിത്യജീവൻ, പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാത്രമല്ല നമ്മുടെ ഇടയിൽ നീ എന്തുണ്ടാകുകയില്ല,
എല്ലാ അശുദ്ധിയിൽ നിങ്ങളെ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ കൽപ്പിക്കും. എന്ത് ജോലി ചെയ്തിട്ടും ഗതി പിടിക്കുന്നില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബിസിനസ് എല്ലാം തകർന്നു കിടക്കുകയാണോ? കൃഷിയിടങ്ങളെല്ലാം തോറ്റ് തുന്നമ്പാടി കിടക്കുകയാണോ? ഒരു കൃഷി ചെയ്തിട്ട് ഗുണമില്ല എന്നുള്ള തോന്നലിലാണോ? പരിശുദ്ധാത്മാവിനാൽ നിറയുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ കൃഷി ചെയ്യുക. ഓരോ ചെടി നടുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നനയ്ക്കണമേ, വളർത്തണമേ എന്ന്, വേര് പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇനിമേൽ നിങ്ങൾ പട്ടിണി എടുക്കേണ്ടി വരികയില്ല എന്ന് പറയുകയാണ്. ഇനിമേൽ നിങ്ങളുടെ ജീവിതത്തിൽ പട്ടിണി ഉണ്ടാകുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. ഹല്ലേലൂയ! എത്ര വലിയ അനുഗ്രഹ സമൃദ്ധിയാണ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കർത്താവേ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും അനുദിനങ്ങളിൽ ഓരോ ദിനങ്ങളിലും ആത്മീയ വളർച്ച ലഭിക്കാൻ പരിശുദ്ധാത്മാവിനായി നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും സാധിക്കുമ്പോൾ ദൈവമേ, പണിക്കിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവെ നയിക്കണമേ. വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവെ നയിച്ചതിനായി സ്തോത്രം. എല്ലാ നേരങ്ങളിലും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു എന്ന ബോധ്യം പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. വിശുദ്ധ ലൂക്കോസിൻ്റെ 24-ാം അധ്യായം 49-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. വിശുദ്ധ ലൂക്കോസ് 24:49 ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു തിരുവചനമാണ്. 49: ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവേൻ. ഇതാ നിങ്ങൾ പിതാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവാൻ. പ്രിയമുള്ളവരെ, ഈ പെന്തക്കോസ്താ ദിവസങ്ങളിൽ നാം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. അപ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ദാനമായി ദൈവം നൽകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടതിന് പകരം തപത്തോടുകൂടി ആത്മനിറവോടുകൂടി ഇരിക്കേണ്ടതിന് പകരം പല കാര്യങ്ങൾ ഓടി നടന്ന് വ്യാപരിച്ച് പെന്തക്കോസ്തിയാണല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുർബാന പോലും മുഴുവൻ കൂടാതെ ഇടയ്ക്ക് ഓടിക്കയറി വന്ന് കടമ നിർവഹിച്ചാലൊന്നും കൃപാവരത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. അത് വളരെ വ്യക്തമായി ദൈവത്തോട് ചോദിക്കണം. കാരണം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ചോദിച്ച് വാങ്ങണം. ഇങ്ങനെയാണ് വിശുദ്ധ ലൂക്കോസ് 11:13 നമ്മൾ വായിക്കുന്നത്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്തിയുടെ ഒന്നാമത്തെ ശുശ്രൂഷയിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയങ്കരനും പരിശുദ്ധനും സ്തുത്യർഹനുമായവൻ അരുളി ചെയ്തിരിക്കുന്നത് എന്തെന്നാൽ, എൻ്റെ സ്നേഹിതരും സഖികളുമായവരെ വഞ്ചിക്കുന്നവൻ നിങ്ങളിൽ ഉണ്ടാവുകയില്ല. വാഗ്ദാനമാണ് യേശുവിൻ്റെ. അത് പിതാക്കന്മാർ ഏറ്റ് നമ്മളെ ബലപ്പെടുത്തുകയാണ്. പിതാക്കന്മാർ ഏറ്റ് പ്രാർത്ഥിക്കുകയാണ്. കണ്ടോ, കുതിരപ്പടയുടെ മേൽ ജയം കൊണ്ടവൻ, അവയുടെ പുറത്തു കയറിയിരുന്നവരെ സമുദ്രത്തിൽ നിവദിപ്പിച്ച പ്രബലനായ കർത്താവിനെ നാം സ്തുതിക്കണം എന്ന് പറഞ്ഞത്. പുറപ്പാട് 15:21 കുതിരപ്പടയുടെ മേൽ ജയം കൊണ്ട് ഫറവോ, ആ ഫറവോയെ സമുദ്രത്തിൽ നിവദിപ്പിച്ചു കളഞ്ഞു. ആ പ്രബലനായ കർത്താവ് നമുക്ക് വാഗ്ദാനം തരികയാണ്.
ഭയങ്കരനും പരിശുദ്ധനും സ്തുത്യർഹനുമായവൻ അരുളി ചെയ്തിരിക്കുന്നതെന്നാൽ, എൻ്റെ സ്നേഹിതരും സഖികളുമായവരെ വഞ്ചിക്കുന്നവൻ സാത്താൻ നിങ്ങളിൽ ഇനി ഉണ്ടാവുകയില്ല. ഇതാ ഞാൻ പിതാവിൻ്റെ മഹത്വ സിംഹാസനത്തിന്മേലിരിക്കുന്നു. വിശുദ്ധാത്മാവിനാൽ പ്രശോഭിതരാകുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ അവൻ്റെ ദാനത്തെ ചൊരിയുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരിക. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരിക. പ്രിയമുള്ളവരെ, ദാഹത്തോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് നമുക്ക് കഴിയണം. വളരെ വ്യക്തമായി, വളരെ ശക്തമായി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പെന്തക്കോസ്താ ദിവസത്തെ ശുശ്രൂഷകളെല്ലാം ഏറെ സ്നേഹത്തോടെ, ഏറെ ആത്മാർത്ഥതയോടെ ഒരുങ്ങി വന്ന് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ.